ഡിസ്ട്രിബ്യൂഷൻ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ടോപ്പിക് ഇതാണ്, ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പഠിച്ചപ്പോൾ ഏറ്റവും ലാസ്റ്റിലെ ടോപ്പിക്കായിരുന്നു ഈ ഫിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതെങ്ങനെയായിരുന്നു നമ്മൾ സോൾവ് ചെയ്തിരുന്നത്? അവിടെ നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ആണ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. എന്നിട്ട് ആ പ്രോബബിലിറ്റിയെ ടോട്ടൽ നമ്പറുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കിട്ടിയിരുന്നത്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഈ ടോപ്പിക്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. ഇതേ ഓർഡറിലായിരിക്കും നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. Fitting normal distribution. To get the theoretical frequencies, following steps are followed. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യം തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പറയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. മീന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. ഇതാണ് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. ഈ ഡി ഇട്ടിട്ട് മുകളിൽ ഒരു ചെറിയൊരു വര ഇട്ടിട്ടുണ്ട്. ഇതിനെ ഡി ഡാഷ് എന്നാണ് വിളിക്കുക. ഇത് ഓരോന്നും എന്തൊക്കെയാണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ടി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആണ്. ഇനി നമുക്ക് മീനിൻ്റെ പോലെ തന്നെ വേറെ ഒന്നും കൂടെ കണ്ടുപിടിക്കണം. ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഡി ഓൾ സ്ക്വയർ. ഇത് മൊത്തം റൂട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഇത് ഇത്രയും റൂട്ടിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൂട്ട് കണ്ട ശേഷം നമ്മൾ അതിനെ സി വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. എന്താണ് സി? ഇത് ഓരോന്നും എന്താണെന്നുള്ളത് പറയാം കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ടി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഓൾ സ്ക്വയർ ഇൻറ്റു സി. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് സെഡ് വാല്യൂ ഫോർ ഓൾ ക്ലാസ് ലിമിറ്റ് യൂസിങ് ദ ഫോർമുല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഡ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. സെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ എങ്ങനെയായിരുന്നു സെഡ് കണ്ടുപിടിച്ചിരുന്നത്? ഈ സെഡ് വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇതായിരുന്നു സെഡ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ സെഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് സെഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഏരിയ കറസ്പോണ്ടിങ് ടു ഈച്ച് സെഡ് വാല്യൂ ഫ്രം ദി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് സെഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലോഗരിതം ടേബിൾ
ടേബിളിൽ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ എടുത്തിട്ട് അതിൽ നമ്മൾ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഫോർ ഈച്ച് ക്ലാസ്. നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ദി ഏരിയ ഓഫ് ഈച്ച് ക്ലാസ് ബൈ ദി ടോട്ടൽ ഫ്രീക്വൻസി ടു ഗെറ്റ് ദ ക്ലാസ് ഫ്രീക്വൻസി. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഏരിയയെ ടോട്ടൽ ഫ്രീക്വൻസിയുമായിട്ട് ഇൻഡു ചെയ്യുക. അപ്പോഴാണ് നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ക്ലാസ് ഫ്രീക്വൻസീസ് കിട്ടുന്നത്. അതാണ് ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റേജിൽ ആ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചിട്ട് സെഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓരോ സെഡ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. നാലാമത്തേത് ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. അഞ്ചാമത്തേത് ഈ ഏരിയയെ ടോട്ടൽ ഫ്രീക്വൻസിയുമായി ഇൻഡു ചെയ്തിട്ട് ക്ലാസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോവിങ് ഡാറ്റ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഒരു ക്ലാസ് ഇൻ്റർവെല്ലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഇപ്പോൾ ഇവിടെ മാർക്ക് നോക്കുക. മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. മാർക്ക് 10 to 20, 20 to 30, 30 to 40 അങ്ങനെ 70 to 80 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ മാർക്കും കിട്ടിയ ഈ മാർക്കിൽ വരുന്ന കുട്ടികളുടെ എണ്ണമാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതായത് 10 തൊട്ട് 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 4ആണ്. 20 തൊട്ട് 30 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 22ആണ്. 30നും 40നും ഇടയിൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം 48ആണ്. അപ്പോൾ ഇവിടെ മാർക്കും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മീനും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മീൻ കണ്ടുപിടിക്കാൻ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഓൾ സ്ക്വയർ ഇൻറ്റു സി ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. ഈ ഇക്വേഷനിലെ ഓരോ വാല്യൂസും നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ടാണ് ആ വാല്യൂ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിലുള്ള ഓരോ വാല്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഫോമിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ തന്നിട്ടുള്ള മാർക്ക് അതെടുത്തെഴുതുക, മാർക്ക്. പിന്നെ രണ്ടാമത് തന്നിട്ടുള്ളത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് എഫ്. ക്ലാസ് ഫസ്റ്റ് നമുക്ക് ക്ലാസ് ഇൻ്റർവെല് തന്നിട്ടുണ്ട്, മാർക്ക് അത് 10 to 20, 20 to 30 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, അതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട്. മാർക്ക് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80 ക്ലാസ് ഇൻ്റർവെൽ എഴുതി. ഇനി ഇതിൽ ഫ്രീക്വൻസി ഫസ്റ്റ് 4, 22, 48, 66, 40, 16, 4. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് ടേബിൾ ഫോമിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്. മാർക്കും കിട്ടി, അതേപോലെ തന്നെ ഫ്രീക്വൻസിയും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുക. ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്?
നമുക്കിവിടെ മാർക്ക് തന്നിട്ടുള്ളത് ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് 10 to 20, 20 to 30 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 10 to 20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മിഡ് വാല്യൂ ഏതാണ്? 15 ആണ്, 15. 20 to 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് വാല്യൂ 25. 30 to 40, 35. 40 to 50 മിഡ് വാല്യൂ 45. 50 to 60യുടെ മിഡ് വാല്യൂ 55. 60 to 70യുടെ മിഡ് വാല്യൂ 65. 70 to 80യുടെ മിഡ് വാല്യൂ 75. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിഡ് വാല്യൂ എഴുതുക. ഈ മിഡ് വാല്യൂ ഇതിപ്പോൾ 10 to 20 ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ അറിയാം. ഇനിയിപ്പോൾ മിഡ് വാല്യൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിഡ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ 10 to 20 ഇതിൻ്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ 10 + 20 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, 15 കിട്ടും. 20 to 30ൻ്റെ മിഡ് വാല്യൂ കാണാൻ 20 + 30 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 25 കിട്ടും. 30 to 40 ആണെങ്കിൽ 30 + 40 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 10 to 20, 20 to 30 ഇങ്ങനെ സീരീസ് തന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മിഡ് വാല്യൂ എടുക്കാൻ പറ്റി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കാം. ഫസ്റ്റിലെയും ലാസ്റ്റിലെയും സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D' കണ്ടുപിടിക്കുക. മിഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D' കണ്ടുപിടിക്കുക. D' കാണുവാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. D' കാണാനുള്ള ഇക്വേഷനാണ് x - a ഡിവൈഡഡ് ബൈ c. ഇതാണ് D' കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, x - a ഡിവൈഡഡ് ബൈ c. ഇവിടെ x എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മിഡ് വാല്യൂ ആണ്. അതാണ് x എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. a എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനാണ്. a എന്താണ്? അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനാണ് a എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. c എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ് c എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ a അസ്യൂംഡ് മീനും c ക്ലാസ് ഇൻ്റർവെല്ലുമാണ്. അപ്പോൾ D' കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x - a ഡിവൈഡഡ് ബൈ c എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള മിഡ് വാല്യൂ ആണ് x എന്ന് പറഞ്ഞു. ഇനി നമുക്ക് a ഏതാണെന്ന് അറിയണം. a എന്ന് പറഞ്ഞാൽ ഈ മിഡ് വാല്യൂസിൻ്റെ ഈ ഒരു കോളത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കണം. ഒന്നും കൂടെ പറയാം, മിഡ് വാല്യൂവിൻ്റെ കോളത്തിലുള്ള ഇത്രയും സംഖ്യകളിൽ 15, 25, 35 അങ്ങനെ 75 വരെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കണം. നോർമലി എടുക്കാറ് ഈ തന്നിട്ടുള്ള വാല്യൂവിലെ സെൻറ്ററിൽ വരുന്ന വാല്യൂവിനെയാണ് അസ്യൂംഡ് മീനായിട്ട് എടുക്കുക. നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിച്ചപ്പോൾ അവിടെയും ഇതേപോലെ അസ്യൂംഡ് മീനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ മിഡ് വാല്യൂവിൻ്റെ കോളത്തിലുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കണം. നോർമലി എടുക്കാറ് ഏറ്റവും സെൻറ്ററിൽ വരുന്ന സംഖ്യയാണ്. അപ്പോൾ 15, 25, 35, 45, 55, 65, 75 ഇതിൽ നടുക്ക് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഈ 45 അപ്പോൾ ഇവിടെ ഞാൻ a അല്ലെങ്കിൽ അസ്യൂംഡ് മീനായിട്ട് എടുക്കാൻ പോകുന്നത് 45നെയാണ്. പിന്നെ c എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ്. c എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ. അത് നിങ്ങൾക്കറിയാം. ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 10 ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ. അതെങ്ങനെ കിട്ടിയത്? 10 to 20 ഡിഫറൻസ് എത്രയാണ്? 10. 20 to 30 ഡിഫറൻസ് എന്ന് പറയുന്നത് 10. 30 to 40 ഡിഫറൻസ് എന്ന് പറയുന്നത് 10. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 10. അപ്പോൾ ഇനി നമുക്ക് D' കണ്ടുപിടിക്കാം. ഫസ്റ്റത്തേൻ്റെ D' കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? x - a ഡിവൈഡഡ് ബൈ c ആണ് ഇക്വേഷൻ. x എന്ന് പറയുന്നത് ആദ്യത്തേത് 15, a എന്ന് പറയുന്നത് നമ്മൾ അസ്യൂംഡ് മീനായിട്ട് 45നെയാണ് എടുത്തിട്ടുള്ളത്, c എന്ന് പറയുന്നത് 10. അപ്പോൾ 15 - 45 ഡിവൈഡഡ് ബൈ 10. 15 - 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? -3 ആൻസർ കിട്ടുക. ഇനി രണ്ടാമത്തേൻ്റെ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? x എന്ന് പറയുന്നത് ഈ 25 - 45 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടുക? -2. അടുത്തത് കാണാൻ 35 - 45 ഡിവൈഡഡ് ബൈ 10 ആൻസർ കിട്ടുക -1.
ഇവിടെ ചെയ്യാൻ 45 മൈനസ് 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുക 0 കേട്ടോ. പിന്നെ ഇവിടെ 55 മൈനസ് 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുക 1 ആണ്. പിന്നെ അടുത്തത് 65 മൈനസ് 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുക 2 ആണ്. ലാസ്റ്റത്തത് 75 മൈനസ് 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുക 3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡി ഡാഷ് കണ്ടുപിടിക്കുക. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ് ഡി ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്, എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. മിഡ് വാല്യൂയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. നോർമലി നിങ്ങൾ എപ്പോഴും സെൻറ്ററിലുള്ള സംഖ്യ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും, 10 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഇനി ഈ ഒരു ഡി ഡാഷ് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ട് തെറ്റാതെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല എക്സാമിന് നിങ്ങൾക്ക് ടൈം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ ഡി ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു സംഖ്യയെ അസ്യൂംഡ് മീനായിട്ട് എടുക്കുക. അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത് നമ്മൾ സെൻറ്ററിലുള്ള 45 ആണെങ്കിൽ ഇവിടെ ഡി ഡാഷിൽ 45ൻ്റെ നേരെ 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 0യ്ക്ക് മുകളിലുള്ളതാ ഈ ഭാഗവും ഇത് 0യ്ക്ക് താഴെയുള്ള ഭാഗവും. അപ്പോൾ 0യ്ക്ക് മുകളിലുള്ള ഭാഗത്ത് നിങ്ങൾ ഡി ഡാഷ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് -1 -2 -3 എന്നിട്ട് കൊടുക്കുക. 0ൻ്റെ താഴേക്ക് ഡി ഡാഷ് കണ്ടുപിടിക്കാൻ 1 2 3 ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല നിങ്ങൾക്ക് ഒന്നും കൂടി ഉറപ്പിക്കാൻ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്, അസ്യൂംഡ് മീനായിട്ട് എടുത്ത സംഖ്യയുടെ നേരെ ഡി ഡാഷ് ആയിട്ട് 0 ഇട്ട് കൊടുക്കുക. അതിന് മുകളിലോട്ടുള്ള സംഖ്യകൾക്ക് -1 -2 -3 ഇട്ട് കൊടുക്കുക. അതിന് താഴേക്ക് 1 2 3 എന്ന് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ വെച്ച് ചെയ്താലും ഇതേ വാല്യൂസ് തന്നെയാവും നിങ്ങൾക്ക് കിട്ടുക. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ 45 അല്ല അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത് 35 ആണെന്നുണ്ടെങ്കിൽ ഡി ഡാഷ് 35ന് നേരെയാണ് 0 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 25 -1 ആവും, 15 -2 ആവും. 35ന് താഴോട്ടുള്ള 45 55 65 75 അതിൻ്റെ നേരെ 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുക്കുക. എപ്പോഴും ഡി ഡാഷ് ആയിട്ട് നിങ്ങൾ അസ്യൂംഡ് മീൻ എടുക്കുമ്പോൾ അത് സെൻറ്ററിലുള്ള സംഖ്യ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 45 അസ്യൂംഡ് മീനായിട്ട് എടുത്തു. അപ്പോൾ മിഡ് വാല്യൂ കണ്ടുപിടിച്ചു, ഡി ഡാഷ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് ഡി ഡാഷ് ആണ്. എഫ് ഡി ഡാഷ് അടുത്ത കോളം എഫ് ഡി ഡാഷ് ആണ്. മിഡ് വാല്യൂ ഡി ഡാഷ്, നെക്സ്റ്റ് കോളം എഫ് ഡി ഡാഷ്. എഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കുക, ഈ എഫിൻ്റെ കോളും ഈ ഡി ഡാഷിൻ്റെ കോളവും തമ്മിൽ ഇൻഡു ചെയ്യുക. എഫിൻ്റെ കോളത്തിൽ വരുന്നതാണ് 4 22 48 66 പറഞ്ഞിട്ടുള്ള സംഖ്യകൾ. ഡി ഡാഷ് -3 -2 -1. അപ്പോൾ ഓരോന്നും നേരെ എന്ത് ചെയ്യുക, ഇൻഡു ചെയ്യുക. ഫസ്റ്റത്തെ എഫ് 4, ഡി ഡാഷ് -3. ഇപ്പം 4 × -3 ചെയ്യുമ്പോൾ -12 എന്ന് കിട്ടും. പിന്നെ 22 × -2 ചെയ്യുമ്പോൾ -44. 48 × -1 ചെയ്യുമ്പോൾ -48. 66 × 0 ചെയ്യുമ്പോൾ 0 ആണ് വരിക. 40 × 1 40. 16 × 2 32. പിന്നെ 4 × 3 12. ഇങ്ങനെ എഫ് ഡി ഡാഷിൻ്റെ കോളം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എഫ് ഡി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളം നമ്മൾ ചെയ്യേണ്ടത് എഫ് × ഡി ഡാഷ് സ്ക്വയർ. ഇതാണ് നമ്മൾ അടുത്ത കോളായിട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഡി ഡാഷിൻ്റെ സ്ക്വയർ, ഡി ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഡി ഡാഷിൻ്റെ സ്ക്വയറിനെ എഫുമായിട്ട് ഇൻഡു ചെയ്യുക. അതായത് ഡി ഡാഷിൻ്റെ ഫസ്റ്റത്തെ സംഖ്യ എന്ന് പറയുന്നത് -3 ആണ്. -3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × എഫ് കോളത്തിലത്തെ ഫസ്റ്റത്തെ സംഖ്യ 4 36 കിട്ടും. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഡി ഡാഷ് -2 ആണ്. -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 22 88.
8 കിട്ടും. പിന്നെ അടുത്തത് -1. -1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു എഫിലെ 48 ചെയ്യുമ്പോൾ 48 കിട്ടും. പിന്നെ 0 പിന്നെ നമുക്ക് നോക്കേണ്ട ആൻസർ എന്താവും? 0 തന്നെയാവും. പിന്നെ അടുത്തത് 1. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1 ഇൻറ്റു 40 ചെയ്യുമ്പോൾ കിട്ടുക 40 ആണ്. അടുത്തത് 2. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4. 4 ഇൻറ്റു 16 എന്ന് പറയുന്നത് 64. പിന്നെ ഡി ഡാഷിലെ ലാസ്റ്റ് സംഖ്യ 3. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. 9 ഇൻറ്റു 4 36. അപ്പോൾ ഈ ഡി ഡാഷ് കോളത്തിലുള്ള സംഖ്യകളുടെ സ്ക്വയറിനെ എഫ് കോളത്തിലെ സംഖ്യകളുമായിട്ട് ഇൻറ്റു ചെയ്യുന്നതാണ് ലാസ്റ്റ് കോളം. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ അറിയണം. ഈ എഫിൻ്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിൻ്റെ ടോട്ടൽ കിട്ടുക 200 ആണ്. ഈ കോളം ടോട്ടൽ ചെയ്താൽ 200 കിട്ടും. പിന്നെ നമുക്ക് വേണ്ട ടോട്ടൽ എന്ന് പറയുന്നത് ഈ എഫ് ഡി ഡാഷിൻ്റെ ടോട്ടൽ അറിയണം. അത് -20 ആണ്. പിന്നെ എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ, ഈ കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 312 ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം മാർക്ക് എഴുതി ക്വസ്റ്റ്യനിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഫ്രീക്വൻസി ആക്കി എടുത്തു. എന്നിട്ട് ഈ ക്ലാസ് ഇൻ്റർവെല്ലിലെ മിഡ് വാല്യൂ, ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂവിലെ ഒരു വാല്യൂവിനെ അസ്യൂംഡ് മീനാക്കി എടുത്തിട്ടാണ് ഡി ഡാഷ് കണ്ടുപിടിക്കുന്നത്. പിന്നെ എഫ് കോളും ഡി ഡാഷ് കോളും കൂടെ ഇൻറ്റു ചെയ്തിട്ട് എഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാക്കി. പിന്നെ ഡി ഡാഷ് കോളത്തിലെ വാല്യൂസിൻ്റെ സ്ക്വയറിനെയും എഫിനെയും തമ്മിൽ ഗുണിച്ചിട്ട് എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു കോളും അതിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ചു. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാം. അപ്പം മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ് മീൻ കണ്ടുപിടിക്കുകയാണ്. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആണ് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യൂംഡ് മീനാണ്. ഇവിടെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുത്തിട്ടുള്ളത് ഏത് സംഖ്യയാണ്? 45നെയാണ് അസ്യൂംഡ് മീനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം 45 പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ്, എഫ് ഡി ഡാഷ് കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് നോക്കാം. എഫ് ഡി ഡാഷ് കോളം ഇതാണ്. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് -20 ആണ്. അപ്പോൾ സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് -20. അടുത്തത് എൻ ആണ്. എൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ, അതായത് ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അതാണ് എൻ. അപ്പോൾ എൻ എത്രയാണ്? 200 ആണ്. 200 ഇൻറ്റു സി. സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എത്രയായിരുന്നു? 10 ആയിരുന്നു. അപ്പോൾ അസ്യൂംഡ് മീൻ 45, എഫ് ടി ഡാഷിൻ്റെ ടോട്ടൽ -20, എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ എഫ് കോളത്തിൻ്റെ ടോട്ടൽ 200 ഇൻറ്റു സി. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല് 10. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആൻസർ വരിക? 45 പ്ലസ് -20 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 10 ചെയ്യുമ്പോൾ ആൻസർ വരിക 44 ആണ്. അപ്പം മീൻ എന്ന് പറയുന്നത് 44 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇത് ഇത്രയും എന്തിൻ്റെ ഉള്ളിലാണ്? റൂട്ടിൻ്റെ ഉള്ളിലാണ്. ഇൻറ്റു സി. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആദ്യം സിഗ്മ എഫ് ടി ഡാഷ് സ്ക്വയർ ആണ്. അതായത് സിഗ്മ എഫ് ടി ഡാഷ് സ്ക്വയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ കോളത്തിൻ്റെ ടോട്ടൽ. അത് എത്രയാണ്? 312 ആണ്. അപ്പോൾ 312 എൻ എത്രയാണ് നമുക്കറിയാം. എത്ര? 200 മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഡി ഡാഷ് കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? -20 ആണ്. അപ്പോൾ -20 ഡിവൈഡഡ് ബൈ എൻ 200 ആണ് ഹോൾ സ്ക്വയർ. ഇത്രയും എന്തിൻ്റെ ഉള്ളിലാണ്? റൂട്ടിൻ്റെ ഉള്ളിലാണ്. ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ എത്രയെന്നറിയാം? 10. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 312 ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ 1.56 ആണ് കിട്ടുക. -20 ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -0.1
1 എന്നാണ് കിട്ടുക. -0.01 ആണ് കേട്ടോ കിട്ടുക. -20 ഡിവൈഡഡ് ബൈ 200. -20 ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -0.01 ആണ്. അപ്പം -0.01. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. -20 ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -20 ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -0.1 ആണ് കേട്ടോ കിട്ടുക. -0.1 -0.1 ആണ് കിട്ടുക. പിന്നെ അതിൻ്റെ സ്ക്വയർ ഉണ്ട് അല്ലേ, ഇത്രയും എന്തിൻ്റെ ഉള്ളിലാണ്? റൂട്ടിൻ്റെ ഉള്ളിലാണ്. ×10. ഇനി √1.56 -0.1ൻ്റെ സ്ക്വയർ, അതാണ് 0.01. നേരത്തെ ഞാൻ സ്ക്വയർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് പറഞ്ഞത്. 0.01 എന്ന് കിട്ടും ×10. ഇനി ഇത് ചെയ്യണം. 1.56ൽ നിന്ന് 0.01 കുറച്ച് കഴിഞ്ഞാൽ 1.55 എന്ന് കിട്ടും. എന്തിൻ്റെ ഉള്ളിലാണ്? റൂട്ടിൻ്റെ ഉള്ളിലാണ്. ×10. 1.55ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1.245 ആണ്. റൂട്ടിൻ്റെ പുറത്ത് എന്തുണ്ട്? ഒരു ×10 കൂടെ ഉണ്ട്. ×10 ചെയ്യാം. 1.245 × 10 ചെയ്യുമ്പോൾ 12.45 എന്ന് കിട്ടും. ഈ 12.45നെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്തെന്ന് എടുക്കാം? 4 കഴിഞ്ഞാൽ അപ്പുറത്തുള്ള സംഖ്യ 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ ഈ 4നെ നമുക്ക് എന്താക്കിയിട്ടെടുക്കാം? 5 ആക്കിയിട്ടെടുക്കുക. അപ്പോൾ 12.45നെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് 12.5 എന്ന് എടുക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടുക? 12.5 ആണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക 12.5 ആണ്. ഇക്വേഷൻ എഴുതി. ഇക്വേഷനിൽ σ(f(d)² ടോട്ടൽ 312, n 200 ആണ്. f(d) എന്ന് പറയുന്നത് -20ഉം n 200ഉം. പിന്നെ സ്ക്വയർ ഉണ്ട്. റൂട്ടിന് പുറത്ത് എന്തുണ്ട്? ഒരു ×c ഉണ്ട്. c എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്, അത് 10 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടുന്നത് 12.5 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നോക്കുക. കാൽക്കുലേറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് സെഡ് വാല്യൂ ഫോർ ഓൾ ക്ലാസ് ലിമിറ്റ്. ഈ തന്നിട്ടുള്ള എല്ലാ ക്ലാസ് ലിമിറ്റിനും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെഡ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലേ? കാൽക്കുലേറ്റ് സെഡ് വാല്യൂ ഫോർ ഓൾ ക്ലാസ് ലിമിറ്റ്. ഈ തന്നിട്ടുള്ള എല്ലാത്തിനും നമ്മൾ സെഡ് വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ സെഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ഓരോ ക്ലാസ്സിനും ഏരിയ കണ്ടുപിടിക്കണം. ആ ഏരിയയെ ടോട്ടൽ ഫ്രീക്വൻസിയുമായിട്ട് ഇൻഡ്യൂ ചെയ്തിട്ട് ക്ലാസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഇനി ഇത്രയും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ഒറ്റ ടേബിൾ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ടേബിളിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് ലിമിറ്റിന് ഒരു കോളം കൊടുക്കുക. ക്ലാസ് ലിമിറ്റ് ഒരു കോളാക്കിയിട്ട് എടുക്കുക. അടുത്ത കോളം എന്ന് പറയുന്നത് സെഡ് വാല്യൂ കണ്ടുപിടിക്കണം. സെഡ് വാല്യൂ കണ്ടുപിടിക്കാൻ x - μ ഡിവൈഡഡ് ബൈ സിഗ്മ ആയിരുന്നു സെഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്ത കോളം എന്ന് പറയുന്നത് നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്, അതല്ലെങ്കിൽ ടേബിൾ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഏരിയ ഫ്രം ടേബിൾ, അതാണ് മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത്. അടുത്ത കോളം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഇൻ്റർവെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഫോർ ഇൻ്റർവെല്ലാണ് അടുത്ത കോളം എന്ന് പറയുന്നത്. ലാസ്റ്റ് കോളാണ് എന്ത്? തിയററ്റിക്കൽ ഫ്രീക്വൻസി. ലാസ്റ്റ് കോളം തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടലുമായിട്ട് ഇൻഡു ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 10 ആണ്, എൻഡിങ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 10 to 20, 20 to 30, 30 to 40 എന്ന് പറയുമ്പോൾ ആ 10, 20, 30, 40 അങ്ങനെ 80 വരെ ക്ലാസ് ലിമിറ്റിൽ നമ്മൾ എഴുതുക. ക്ലാസ് ലിമിറ്റ് സ്റ്റാർട്ടിങ് 10 ആണ്, പിന്നെ 20, 30, 40, 50, 60,
70 80. ഇവിടെ നിങ്ങൾ 10 to 20 20 to 30 30 to 40 അങ്ങനെ എഴുതണ്ട. 10 സ്റ്റാർട്ടിങ് എൻഡിങ് എന്ന് പറയുന്നത് 80 അപ്പോൾ 10 20 30 അങ്ങനെ റിപ്പീറ്റേഷൻ ഇല്ലാതെ ക്ലാസ് ലിമിറ്റ് എഴുതുക. ഇനി കണ്ടുപിടിക്കേണ്ടത് സെഡ് വാല്യൂ ആണ്. സെഡ് വാല്യൂവിൽ എക്സ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള വാല്യൂസാണ് എക്സ്. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള ഈ വാല്യൂസാണ് എക്സ്. മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്. മീന് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? മീൻ എന്ന് പറയുന്നത് 44 സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് എത്രയാണെന്ന് കിട്ടി? 12.5. അപ്പം മ്യൂ 44 സിഗ്മ എന്ന് പറയുന്നത് 12.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ സോൾവ് ചെയ്യുക. സെഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഫസ്റ്റത്തത് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റത്തെ സെഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് എന്ന് പറഞ്ഞാൽ 10 മൈനസ് മ്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 44. 10 മൈനസ് 44 ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ 12.5. 10 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സെഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റിലുള്ള സംഖ്യയ്ക്കും ലാസ്റ്റിലുള്ള സംഖ്യയ്ക്കും സെഡ് വാല്യൂസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതായത് ഏറ്റവും ഫസ്റ്റിലെ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് 10. 10നും സെഡ് വാല്യൂ നില്ലാക്കി കൊടുക്കുക. അതേപോലെ 80 ആണ് ലാസ്റ്റത്തെ, 80ക്കും നില്ലാക്കി കൊടുക്കുക. ഫസ്റ്റിലെയും ലാസ്റ്റിലെയും സെഡ് വാല്യൂസിന് നിങ്ങൾ എന്ത് ചെയ്യുക? നില്ലാക്കി കൊടുക്കുക. ബാക്കിയുള്ളതിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സംഖ്യ 20 അപ്പോൾ 20 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5 ചെയ്യുമ്പോൾ കിട്ടുക -1.92. അടുത്തത് 30 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5 ചെയ്യുമ്പോൾ കിട്ടുക എത്രയാണ്? -1.12. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഓരോ ക്ലാസ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഓരോന്നും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഴുതണില്ല, ജസ്റ്റ് സെഡ് വാല്യൂസ് മാത്രമാണ് എഴുതുന്നത്. ആദ്യത്തെ 10നും 80ക്കും നേരെ നില്ലാക്കി കൊടുക്കുക. രണ്ടാമത്തത് 20ൻ്റെ സെഡ് വാല്യൂ ആയിട്ട് കിട്ടുക -1.92. 30ൻ്റെ സെഡ് വാല്യൂ കിട്ടുക -1.12. 40ൻ്റെ സെഡ് വാല്യൂ -0.32. പിന്നെ അടുത്തതിൻ്റെ സെഡ് വാല്യൂ എന്ന് പറയുന്നത് +0.48 പോസിറ്റീവാണ്, 0.48. ഇത് കിട്ടുക 1.28. 70ക്ക് നേരെ കിട്ടുന്നത് 2.08. അപ്പോൾ ഇവിടെ വരെ മൈനസാണ്, ഇവിടുന്ന് തൊട്ട് പ്ലസ്സാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഈ മൈനസും പ്ലസ്സും മാറുന്ന സ്ഥലത്ത് അടുത്ത വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്ത് മാത്രം ചെയ്താൽ മതി? എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ വെച്ചിട്ട് ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ക്ലാസ് ലിമിറ്റുകളാണ്. മ്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടിയിരുന്നു? 44. സിഗ്മ എന്ന് പറയുന്നത് 12.5. അപ്പോൾ സെഡ് വാല്യൂ കണ്ടുപിടിച്ചു. സെഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ടേബിൾ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഓരോ സെഡ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നില്ലാക്കി കൊടുത്തിട്ടുള്ള രണ്ട് സ്ഥലത്തെയും ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. അതായത് ആദ്യത്തെ വാല്യൂവിൻ്റെയും അവസാനത്തെ വാല്യൂവിൻ്റെയും ക്ലാസ് ലിമിറ്റിൻ്റെയും ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി ബാക്കിയുള്ള ടേബിൾ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നില്ലാക്കി കൊടുത്തതിൻ്റെ നേരെയുള്ള ടേബിൾ വാല്യൂ 0.5 ആണ്. ഇനി 1.92 ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ടേബിൾ വാല്യൂ രണ്ടിനും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ 1.92 എന്ന് പറയുമ്പോൾ ടേബിൾ ഇതാക്കണം. 1.92 എന്ന് പറഞ്ഞാൽ 1.9 നോക്കുക. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2ൻ്റെ താഴെ നോക്കുക. 0.472 എന്ന് കിട്ടും.
അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഓരോന്നും എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറയണില്ല. ഇവിടെ ടേബിൾ വാല്യൂ എഴുതി പോവുകയാണ്. ഏരിയ ഫ്രം ടേബിളിൽ നോക്കിയിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഒന്നിൻ്റെ എന്ന് പറയുന്നത് പോയിൻറ്റ് 4726, അടുത്തതിൻ്റെ പോയിൻറ്റ് 3686, അടുത്തത് പോയിൻറ്റ് 1255, അടുത്തത് പോയിൻറ്റ് 1844, പിന്നെ പോയിൻറ്റ് 3997, അത് കഴിഞ്ഞിട്ട് പോയിൻറ്റ് 4812. ഇങ്ങനെയാണ് ഓരോ സെഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂസ് വരുന്നത്. ഈ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഈ സെഡ് വാല്യൂ നോക്കിയിട്ട് ആ ലോഗരിതം ടേബിളിൽ നോക്കുക. 1.92 എന്ന് പറയുമ്പോൾ ആദ്യം 1.9 എടുക്കുക. അതിൽ 2ൻ്റെ താഴെയുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. 1.12 എന്ന് പറയുമ്പോൾ ആദ്യം 1.1 എടുക്കുക. അതിന് നേരെ 2ൻ്റെ താഴെയുള്ള വാല്യൂ നോക്കുക. 0.32 എന്ന് പറയുമ്പോൾ 0.3 എടുക്കുക. അതിൻ്റെ നേരെ 2ൻ്റെ താഴെയുള്ള വാല്യൂ. അങ്ങനെയാണ് ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് നില്ലാക്കി കൊടുത്തിട്ടുള്ള 2 സ്ഥലത്തെയും ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അടുത്തത് ചെയ്യാനുള്ളത് ഏരിയ ഫോർ ഇൻ്റർവെൽ ആണ്. ഈ ഏരിയ ഫോർ ഇൻ്റർവെൽ അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്നാണ് പറയുക. ഏരിയ ഫോർ ഇൻ്റർവെല്ലിന് പി ഓഫ് എക്സ് എന്നാണ് പറയുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഏരിയ ഫോർ ഇൻ്റർവെൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് മുന്നേയുള്ള കോളം ഏരിയ ഫ്രം ടേബിൾ, ഈ ടേബിൾ വാല്യൂസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏരിയ ഫോർ ഇൻ്റർവെല്ലിൽ എഴുതേണ്ടത്. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെഡ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ആണ് ഏരിയ ഫ്രം ടേബിളിൽ എഴുതിയിട്ടുള്ളത്. അവിടെ സെഡ് വാല്യൂ -0.32 നിന്ന് സെഡ് വാല്യൂ പോസിറ്റീവ് ആവുന്നുണ്ട്, 0.48 ആവുന്നുണ്ട്. അതായത് ഇവിടെ നോക്കുക, സെഡ് വാല്യൂസ് നോക്കുമ്പോൾ ഇവിടെ -0.32 നിന്ന് അടുത്ത സെഡ് വാല്യൂ 0.48, മൈനസ് ഉള്ളത് പ്ലസ് ആണ് ആവുന്നത്. അപ്പോൾ ഏരിയ ഫോർ ഇൻ്റർവെല്ല് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 2 ടേബിൾ വാല്യൂ മാത്രം നിങ്ങൾ ആഡ് ആണ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഏരിയ ഫോർ ഇൻ്റർവെല്ലിൽ എഴുതേണ്ടത്. പക്ഷേ സെഡ് വാല്യൂ മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് മാറുമ്പോൾ, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ടേബിൾ വാല്യൂ മാത്രം ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ ഫോർ ഇൻ്റർവെല്ലിൽ ആദ്യം എന്ന് പറയുന്നത് ഈ 0.5ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏരിയ ഫോർ ഈ 0.5ഉം 0.4726 തമ്മിലുള്ള ഡിഫറൻസ്, 0.5ഉം 0.4726 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 2 വാല്യൂസിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് എഴുതണം കേട്ടോ. ഇവിടെ എനിക്ക് സെൻറ്ററിൽ എഴുതാനൊന്നും സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ എഴുതി പോകും. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, 0.5ഉം 0.4726 ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈ കോളത്തിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് എഴുതുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.0274 ആണ്. അടുത്തത് 0.4726ഉം 0.3686 തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.1040 ആണ്. രണ്ടും തമ്മിൽ കുറയ്ക്കുക കേട്ടോ. അടുത്തത് 0.3686ഉം 0.1255 തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 0.2431 ആണ്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന് വന്നേക്കുന്നത് നെഗറ്റീവാണ്, ഒന്ന് വന്നേക്കുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുമ്പോൾ ആ ടേബിൾ വാല്യൂസുകൾ തമ്മിൽ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 0.1255ഉം 0.1844 തമ്മിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗത്ത് നമ്മൾ കുറച്ച് എഴുതി, ഇവിടെ ഇത് തമ്മിൽ ആഡ് ആണ് ചെയ്യേണ്ടത്. 0.1255ഉം 0.1844 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക 0.3099 ആണ്.
ഇവിടെ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യേണ്ടി വരിക. മൈനസ് ഉള്ളത് പ്ലസ് ആവുന്ന സമയത്ത് മാത്രമേ ആഡ് ചെയ്യേണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 0.1844 0.3997 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.2153. അടുത്തത് 0.3997 0.4812 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.0815. അടുത്തത് 0.4812 0.5 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.0188. അപ്പോൾ സെഡ് വാല്യൂസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാവുന്ന സമയത്ത് രണ്ട് ടേബിൾ വാല്യൂകൾ തമ്മിൽ ആഡ് ചെയ്യാം. അല്ലാത്ത സമയത്ത് ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. ആദ്യം 0.5 0.4726 തമ്മിലുള്ള ഡിഫറൻസ് 0.0274. പിന്നെ 0.4726 0.3686 തമ്മിലുള്ള ഡിഫറൻസ് 0.1040. അടുത്തത് 0.3686 0.1255 തമ്മിലുള്ള ഡിഫറൻസ് 0.2431. ഇതുവരെ നമ്മൾ മൈനസ് ചെയ്തു. ഇവിടെ സെഡ് വാല്യൂ മൈനസ് 0.32 നിന്ന് പ്ലസ് 0.48 മാറുന്നതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ട് ടേബിൾ വാല്യൂ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 0.1255 പ്ലസ് 0.1844 കൂട്ടുമ്പോൾ 0.3099 കിട്ടും. ഇങ്ങനെയാണ് ഏരിയ ഫോർ ഇൻ്റർവെൽ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനും തൊട്ട് മുന്നേ കിട്ടിയ കോളത്തിലുള്ള വാല്യൂസിനെ ടോട്ടലുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടുക. അതായത് ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എഫ് കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 200 n ഇൻറ്റു പി ഓഫ് എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടുക. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 200. എഫ് കോളത്തിൻ്റെ ടോട്ടലാണ് n എന്ന് പറയുന്നത്, n 200. അപ്പോൾ ഈ ഏരിയ ഫോർ ഇൻ്റർവെല്ലിൽ കിട്ടിയിട്ടുള്ള ഓരോ വാല്യൂസിനെയും 200 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. 200 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0.0274 ഇൻറ്റു 200 ചെയ്യുമ്പോൾ 5.48 കിട്ടുക. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. 5.48നെ 5 ആയിട്ട് എടുക്കുക. അടുത്തത് 0.1040 ഇൻറ്റു 200 ചെയ്യുമ്പോൾ 20.8 കിട്ടുക. റൗണ്ട് ചെയ്തിട്ട് 21 എടുക്കുകയാണ്. പിന്നെ 0.2431നെ 200 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുക 48.62. റൗണ്ട് ചെയ്തിട്ട് 49 എടുക്കുക. പിന്നെ 0.3099നെ 200 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുക 61.98. റൗണ്ട് ചെയ്തിട്ട് 62 എടുക്കുക. ഇങ്ങനെ ഈ കോളത്തിലുള്ള എല്ലാ വാല്യൂസിനെയും 200 ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഓരോന്നും കിട്ടുന്ന വാല്യൂ 43.16.2. അപ്പോൾ ഇങ്ങനെയാണ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. തൊട്ട് മുന്നേയുള്ള കോളത്തിലെ വാല്യൂസിനെ 200 ഇൻറ്റു ചെയ്യുമ്പോഴാണ് തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടുക. 200 എന്ന് പറഞ്ഞാൽ എഫ് കോളത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ ഈ തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.